വരുന്നത് അതികഠിനമായ വേനൽക്കാലമാണ്. വെന്തുരുകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ വേനലുണ്ടാവുന്ന വലിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് തീ പിടിക്കാനുള്ള സാധ്യത. അന്തരീക്ഷത്തിൽ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ വാഹനങ്ങൾക്ക് പെട്ടെന്ന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് വാഹനങ്ങൾക്ക് തീ പിടിക്കുക എന്ന് നോക്കാം. വാഹനങ്ങൾക്ക് തീ പിടിക്കാനുള്ള പ്രധാനമായ ഒരു കാരണം ഷോർട്ട് സർക്യൂട്ടാണ്. വാഹനത്തിന്റെ വയർ ഇടയ്ക്ക് കട്ടാവുക, വയറിങ്ങിന് പുറത്തുള്ള ഇൻസുലേഷന് ഡാമേജ് സംഭവിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായി ഉണ്ടാകുന്ന കാരണങ്ങൾ. വാഹനത്തിൽ ഉപയോഗിക്കുന്ന വയറിങ്ങിന്റെ ക്വാളിറ്റിയും ഷോർട്ട് സർക്യൂട്ടിന് ഒരുപക്ഷെ കാരണമായേക്കാം. പലരും വാഹനങ്ങളുടെ കമ്പനി വയറിങ്ങിൽ വ്യത്യാസം വരുത്താറുണ്ട്. സ്റ്റീരിയോ, സ്പീക്കേഴ്സ്, ലൈറ്റ്സ് ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയി വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിനൊക്കെ വേണ്ടി ചെയ്യുന്ന വയറിംഗ് ഗുണനിലവാരമുള്ളതാവണമെന്നില്ല. ഈ വയറുകൾ ഇടയ്ക്ക് ഹീറ്റായാൽ വാഹനത്തിൽ തീ പടർന്നു പിടിക്കാനും വാഹനം മുഴുവനായി കത്തി നശിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഇനി വാഹനങ്ങളുടെ ഫ്യൂസുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടെങ്കിൽ പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഒരു ഫ്യൂസ് എടുത്ത് അതങ്ങ് മാറ്റിക്കുത്തും. പക്ഷെ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. ഷോർട്ട് സർക്യൂട്ട് പോലെ എന്തെങ്കിലും പ്രധാനമായ കാരണം കൊണ്ടാവാം ഫ്യൂസുകൾ പോകുന്നത്. അതുകൊണ്ട് അംഗീകൃത സർവീസ് സെന്ററിലെത്തി കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുക. വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പരമാവധി സർട്ടിഫൈഡ് ആയിട്ടുള്ള ആക്സസറീസ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വാഹനത്തിൽ ഫുൾ ടാങ്ക് പെട്രോളോ ഡീസലോ അടിക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല. കാരണം അധികമായി എത്തുന്ന ഫ്യൂവൽ ഓവർഫ്ലോ ആവാനുള്ള സംവിധാനമാണ് വാഹനത്തിലുള്ളത്. ഇങ്ങനെ ഓവർഫ്ലോ ആയി പുറത്തേക്ക് വരുന്ന ഫ്യൂവൽ വാഹനത്തിന്റെ ചൂടായിരിക്കുന്ന ഭാഗങ്ങളിലെത്തിയാൽ തീ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് ദൂരം ഓടി ചൂടായ വാഹനം ഉണങ്ങിയ പുല്ലുകളുള്ള സ്ഥലത്ത് നിർത്തിയിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതും തീ പിടിക്കാൻ കാരണമാകുമോ എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ വാഹനത്തിന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. വാഹനം നിർത്തിയിട്ടിരിക്കുകയാണെങ്കിലും വാഹനത്തിന്റെ സൈലൻസറിന് ചൂടുണ്ടാവും. ഇത് ഉണങ്ങിയ പുല്ലുകളിലോ മറ്റോ ഉരസിയാൽ വാഹനത്തിന് തീ പിടിക്കുകയും ചുറ്റുപാടുമുള്ള മറ്റു വാഹനങ്ങൾക്ക് തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. 2019 എയ്റോ ഇന്ത്യ എക്സ്പോയിൽ ഒരുപാട് വാഹനങ്ങൾ കത്തി നശിക്കാനുണ്ടായ തീപിടുത്തത്തിന് കാരണം സൈലൻസറിൽ നിന്ന് തീ പടർന്നാണെന്നാണ് ഫോറൻസിക് കണ്ടെത്തൽ. അപ്പോൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കുക. വാഹനം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചു പോവുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? എന്നാൽ അങ്ങനെ ചെയ്യരുത്. വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ എഞ്ചിൻ ഓയിൽ, റേഡിയേറ്റർ കൂളന്റ്, ലൂബ്രിക്കന്റ് ഇതിൻ്റെയൊക്കെ അളവ് കൃത്യമാണെങ്കിൽ മാത്രമേ വാഹനത്തിൻ്റെ എഞ്ചിൻ ഭാഗത്തുണ്ടാകുന്ന തീപിടുത്തം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കൂ. കുറേ ദൂരം വാഹനം ഓടിച്ചു പോകുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം സേഫ് ആയൊരു സ്ഥലത്ത് വാഹനം നിർത്തിയിടുന്നതും വാഹനത്തിൻ്റെ എഞ്ചിൻ തണുക്കാൻ നല്ലതാണ്. എഞ്ചിൻ മാത്രമല്ല, വാഹനത്തിന്റെ ബ്രേക്കും ഒരുപാട് ദൂരം ഓടിയിട്ടുണ്ടെങ്കിൽ ചൂടാവുകയും അപകടത്തിന് കാരണമാവുകയും ചെയ്യും. തീ പിടിക്കാനുള്ള സാധ്യതകൾ ഒരു പരിധിവരെ കൃത്യമായ സർവീസിങ്ങിലൂടെയും സ്വയം പരിശോധനയിലൂടെയും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. വാഹനത്തിൽ കാണിക്കുന്ന ഇററുകൾ, വാണിങ്ങുകൾ ഇതൊന്നും ഒരിക്കലും അവഗണിക്കരുത്. ഇതുകൊണ്ടുണ്ടായേക്കാവുന്നത് ഒരുപക്ഷെ വലിയ അപകടമാവും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാഹനത്തിന് തീ പിടിച്ചാൽ ഡോറുകൾ ലോക്കായേക്കാം. പുറത്തിറങ്ങാൻ പിന്നീട് ബുദ്ധിമുട്ടാവും. ആകെയുള്ളൊരു രക്ഷ പിന്നീട് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക എന്നതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ വാഹനത്തിന്റെ ഗ്ലാസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയ ഗ്ലാസ് ബ്രേക്കിംഗ് ഹാമറുകൾ വാങ്ങിച്ച് വാഹനത്തിൽ സൂക്ഷിക്കുന്നതും നല്ലതാണ്. ഇനി അങ്ങനെ ഹാമറുകൾ ഇല്ലെങ്കിൽ വാഹനത്തിന്റെ ഹെഡ് റെസ്റ്റ് തന്നെ ഹാമറായി ഉപയോഗിക്കാം. ഹെഡ് റെസ്റ്റ് ഉപയോഗിച്ച് കുത്തി ഗ്ലാസുകൾ പൊട്ടിച്ച് പുറത്തേക്ക് കടക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയുള്ള ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.